ശബരിമലയിൽ 50,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ദർശനം നടത്തിയത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദീപാരാധന നടന്നു. ഗൂഗിൾ ചേരുന്നു സന്നിധാനത്ത് നിന്ന്. ഗൂഗിൾ, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള? ലക്ഷ്മി പത്മ, ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ശബരിമലയിലെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ദീപാരാധന ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പുഷ്പാഭിഷേക ചടങ്ങുകളാണ് നടക്കാനായിട്ടിരിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം 10:50 ഹരിവരാസനം. 11 മണിയോടുകൂടി നട അടയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാകും. ഈ സമയവും സന്നിധാനത്തേക്ക് ഭക്തരുടെ വലിയ ഒഴുക്ക് തന്നെയുണ്ട്. 50,000-ഓളം തീർത്ഥാടകർ ഇതുവരെ സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. നിലവിൽ 70,000-ഓളം ആളുകൾ ഇന്ന് മല ചവിട്ടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. കാരണം പമ്പയിൽ നിന്നും ബാക്കി തീർത്ഥാടകർ കൂടി മല കയറി തുടങ്ങിയിട്ടുണ്ട്. 11 മണിക്ക് മുന്നോടിയായി തന്നെ 70,000-ഓളം തീർത്ഥാടകർ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഒപ്പം അടുത്ത ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ സന്നിധാനത്ത് പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചേക്കാനുള്ള ഒരു തീരുമാനം കൂടി ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിദിനം 70,000-ആണ് വിർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ദർശനം നടത്താൻ സാധിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം. അത് 70,000-ൽ നിന്നും 80,000-ലേക്കോ ഒരുപക്ഷെ 90,000-ലേക്ക് ഉയർത്തിയേക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. നിലവിൽ ദേവസ്വം ബോർഡിനോട് പോലീസ് ഇക്കാര്യം ശുപാർശ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 70,000 തീർത്ഥാടകരെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ തീർത്ഥാടനം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. ആകെ തീർത്ഥാടകർക്ക് വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ സന്നിധാനത്ത് ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവർ ഭാഗങ്ങളിൽ മാത്രമാണ് അല്പസമയമെങ്കിലും വരി നിൽക്കേണ്ടതായിട്ടുള്ളത്. അതിന് താഴെ 18-ാം പടിക്ക് താഴെയോ നടപ്പന്തലിലോ മല കയറുമ്പോഴോ ഒന്നും തന്നെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. വളരെ സുഗമമായി തന്നെ തീർത്ഥാടകരും മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ തീർത്ഥാടകരുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കൂടി ഒരു 10,000 കൂടി വർദ്ധിപ്പിച്ചാൽ പോലും കാര്യമായിട്ടൊരു തിരക്കിലേക്ക് എത്തില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളൊരു ആദ്യ ദിവസങ്ങളിൽ ഇല്ല എന്നുള്ളൊരു കാര്യവും ഇതിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് കൃത്യമായിട്ട് ആവശ്യമെങ്കിൽ സംഖ്യ ഉയർത്താമെന്നുള്ളൊരു നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അവലോകന യോഗവും അടുത്ത ദിവസം ചേരും. പ്രത്യേകിച്ച് 12 വിളക്കടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്ന യോഗത്തിൽ ഒരുപക്ഷെ ഈ തീരുമാനവും ഉണ്ടായേക്കും, സംഖ്യ ഉയർത്തുന്ന തീരുമാനവും ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തീർത്ഥാടനം സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം മല കയറുന്ന വേളയിലൊന്നും തന്നെ കൃത്യമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉണ്ടാകുന്ന കാര്യങ്ങളില്ല. ഭക്ഷണം, വെള്ളമടക്കം കൃത്യമായിട്ട് എത്തുന്നു. ഒപ്പം ഏറെ ആശ്വാസകരമായിട്ടുള്ളത് മണിക്കൂറുകൾ മുൻവർഷങ്ങളിലേതുപോലെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ വർഷം ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും അവർക്കേറെ ആശ്വാസകരമായിട്ട് പറയാൻ സാധിക്കുന്ന പ്രതികരണം. എന്തായാലും വളരെ സുഗമമായി തന്നെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെ സന്നിധാനത്തെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, സന്നിധാനത്ത് നിന്ന് ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.